വളരെ ബേസിക് ആയിട്ടുള്ള ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു സിമ്പിൾ 2.1 ആംപ്ലിഫയർ ആണ് ഇന്നത്തെ വീട്ടിൽ കൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്നത് തന്നെ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുള്ള നമ്മുടെ കൊല്ലത്തുള്ള പ്രശാന്ത് ഏട്ടനാണ്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ, പുതിയ ആംപ്ലിഫയർ ചെയ്യാനോ അല്ലെങ്കിൽ നേരത്തുള്ള ആംപ്ലിഫയർ സർവീസ് ചെയ്യാനോ റീവർക്ക് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ കൊല്ലത്തുള്ള പ്രശാന്ത് ഏട്ടനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആംപ്ലിഫയർ അസംബിൾ ചെയ്യുകയോ സർവീസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഈ ഒരു ആംപ്ലിഫയറിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ആക്ച്വലി ട്രാവൽ ചെയ്യേണ്ട, അതായത് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരാൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആംപ്ലിഫയറാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് ഒതുക്കി അടുക്കിയാണ് ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞില്ല 2.1 ആംപ്ലിഫയർ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ നമ്മുടെ സ്വന്തം ചെയ്തെടുക്കുന്ന, നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സൈഡിൽ നിന്ന് ചെയ്തെടുക്കുന്ന ട്രാൻസ്ഫോമറാണ്. പുള്ളിയാണ് നമുക്ക് ട്രാൻസ്ഫോമർ ചെയ്തു തരുന്നത്. അപ്പോൾ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ട്രാൻസ്ഫോമറും ചെയ്യിക്കാവുന്നതാണ്. 22.022 6 ആംപിയറിലാണ് ഈ ഒരു ട്രാൻസ്ഫോമർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിസ്റ്റർ സബ് ബോർഡ് എന്ന് പറഞ്ഞെങ്കിൽ 3055-ൻ്റെ 2 ട്രാൻസിസ്റ്റർ വരുന്ന യൂണിവേഴ്സലിൻ്റെ ഒരു മോണോ ബോർഡാണ് സബിന് വേണ്ടിയിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 100 വാട്ട്സ് വരെ ഇതിൽ പുഷ് ചെയ്യും. 4 ohms കൊടുക്കുകയാണെങ്കിൽ 100 വാട്ട്സ് വരെ നമുക്കിതിൽ പുഷ് ചെയ്യാവുന്നതാണ്. സൈഡ് ചാനലിന് വേണ്ടിയിട്ട് STKയുടെ 4on4on IC ഉപയോഗിച്ചിട്ടുള്ള സ്റ്റീരിയോ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ഏകദേശം 25 വാട്ട്സാണ് വരുന്നത്. പക്ഷേ STK യൂസ് ചെയ്തുള്ളവർക്ക് അറിയാം, നമുക്കൊരു 100 വാട്ട്സിൻ്റെ പെർഫോമൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ, ഹൈഫൈ ക്വാളിറ്റിയുള്ള ഓഡിയോ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് സൈഡ് ചാനൽ സെക്ഷനിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഓഡിയോ കിട്ടുന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സബ് ഫിൽറ്റർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സലിൻ്റെ LM324 IC ഉപയോഗിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സബ് ഫിൽറ്റർ ബോർഡാണ്. കാരണം നമ്മളിത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ചെയ്തതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സെറ്റപ്പ് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ചെറിയൊരു മീഡിയം സൈസിൽ വരുന്ന ക്യാബിനിൽ വളരെ ഒതുക്കി ചെയ്തിട്ടുള്ള, വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളൊരു 2.1 ആംപ്ലിഫയർ തന്നെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ 2-way ടോൺ കൺട്രോൾ ബോർഡാണ് സ്റ്റീരിയോ സെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള, ബേസ് ട്രിബിൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പവർ ട്രിക്കിൻ്റെ 2-way ടോൺ കൺട്രോൾ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പവർ സപ്ലൈ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ 4700 μFൻ്റെ 50 വോൾട്ട് കപ്പാസിറ്റേഴ്സാണ് 4 എണ്ണമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയാണ് ഈ ഒരു ആംപ്ലിഫയറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നോർമൽ USB ബ്ലൂടൂത്ത് ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു ആംപ്ലിഫയറിൽ വരുന്നുണ്ട്. വളരെ വൃത്തിയായിട്ട് അടുക്കി ഒതുക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൂളിംഗ് ഫാനും ആഡ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഫ്രണ്ടിൽ അക്രിലിക് പാനലൊന്നും ആഡ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത്. കാരണം കസ്റ്റമർ പറയുന്നതനുസരിച്ച് ഇൻ കേസ് നിങ്ങൾക്ക് അക്രിലിക്കിലാണ് ഫ്രണ്ട് പാനൽ ചെയ്യേണ്ടത്, കുറച്ചുകൂടി പവർഫുള്ളായിട്ടൊക്കെ ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും കസ്റ്റമായിട്ടുള്ള ആംപ്ലിഫയർ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഓഡിയോ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം മറക്കണ്ട, കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആംപ്ലിഫയറിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇല പൊഴിയും ശിശിരവനത്തിൽ നീ